നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. പാലക്കാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ജൂനിയർ ടെക്നീഷ്യൻ, ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ട് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കേന്ദ്ര സർക്കാർ ജോലിയായ ഈ റിക്രൂട്ട്മെന്റിലൂടെ ആകെ 2 ഒഴിവുകളാണ് നികത്തുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഏപ്രിൽ 13 വരെ അപേക്ഷിക്കാം. പ്രതിമാസം 21,700 രൂപ മുതൽ 1,12,400 രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഈ തസ്തികകളിലേക്ക് നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത്. ജൂനിയർ ടെക്നീഷ്യൻ, ഇന്നവേഷൻ ലാബ്, ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ട് സിസ്റ്റംസ് എന്നീ തസ്തികകളിൽ ഓരോ ഒഴിവാണുള്ളത്. ടെക്നീഷ്യൻ തസ്തികയ്ക്ക് ലെവൽ 3 ശമ്പള സ്കെയിലിൽ 21,700, 69,100 രൂപയാണ് പ്രതിമാസ ശമ്പളം. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട ഉയർന്ന പ്രായപരിധി 27 വയസ്സ്. ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ട് സിസ്റ്റംസ് വിഭാഗത്തിലേക്ക് ലെവൽ 6 ശമ്പള സ്കെയിലിൽ 35,400, 1,12,400 എന്ന സ്കെയിലിലാണ് ശമ്പളം. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട ഉയർന്ന പ്രായപരിധി 35 വയസ്സ്. ഉയർന്ന യോഗ്യതകൾക്കും പരിചയസമ്പന്നർക്കും ആകർഷകമായ അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. ജൂനിയർ ടെക്നീഷ്യൻ ഇന്നവേഷൻ ലാബിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 60% മാർക്കോടെ BE അല്ലെങ്കിൽ BTech 3 വർഷത്തെ ഡിപ്ലോമയുള്ളവർക്കും അപേക്ഷിക്കാം. അതുമല്ലെങ്കിൽ തത്തുല്യ CGPA അംഗീകൃത സ്ഥാപനത്തിൽ നിന്നായിരിക്കണം. അല്ലെങ്കിൽ SSLCക്ക് ശേഷം 60% മാർക്കോടെ 2 വർഷത്തെ ITIയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് ആവശ്യം. ജൂനിയർ ടെക്നിക്കൽ സൂപ്രണ്ട് സിസ്റ്റംസ് വിഭാഗത്തിൽ CSE, ECE, IT, സോഫ്റ്റ്വെയർ സയൻസ് എന്നിവയിൽ BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ MCA അത് 60% മാർക്കോടെ ആയിരിക്കണം. തത്തുല്യ CGPAയും വേണം. 2 വർഷത്തെ പരിചയം നിർബന്ധമാണ്. അപേക്ഷാ ഫീസ് 500 രൂപയാണ്. ഗ്രൂപ്പ് BC തസ്തികകൾക്ക്. SC, ST, PWD വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ഫീസിൽ ഇളവുണ്ട്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് എന്നിവ വഴി ഫീസ് അടയ്ക്കാം. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അപേക്ഷകരുടെ എണ്ണം കൂടിയാൽ ചുരുക്കപ്പട്ടികയ്ക്കുള്ള മാനദണ്ഡങ്ങൾ ഉയർത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ട്. ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുന്നവരെ വെബ്സൈറ്റ് വഴി നിങ്ങളെ അറിയിക്കും. യോഗ്യത, ബിരുദം, ഡിപ്ലോമയ്ക്ക് ശേഷമുള്ള പ്രവൃത്തി പരിചയം എന്നിവ കണക്കാക്കിയാണ് നിയമനം ഉണ്ടായിരിക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഏത് സമയത്തും രേഖകൾ പരിശോധിക്കാം. വ്യാജരേഖകൾ സമർപ്പിച്ചാൽ നിയമ നടപടികൾക്കും തസ്തികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനും കാരണമാകുമെന്ന് ഓർക്കുക. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ യാതൊരു ഘട്ടത്തിലും യാത്രാബത്ത ലഭ്യമല്ല എന്നുകൂടി ഓർക്കണം. യോഗ്യരായ അപേക്ഷകർ www.iitpkd.ac.in എന്നാണ് സന്ദർശിക്കേണ്ടത്. അതിൽ റിക്രൂട്ട്മെന്റ് കരിയർ അഡ്വർടൈസിംഗ് മെനുവിൽ വിജ്ഞാപനം കണ്ടെത്തി വായിച്ച് യോഗ്യത ഉറപ്പുവരുത്താം. തുടർന്ന് ഓൺലൈൻ അപേക്ഷാ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ തെറ്റുകൂടാതെ പൂരിപ്പിക്കാം. നിർദ്ദേശിക്കപ്പെട്ട ഫോർമാറ്റിലും വലിപ്പത്തിലും രേഖകൾ അപ്ലോഡ് ചെയ്ത ശേഷം വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.